നമസ്കാരം, ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഫെബ്രുവരി മാസത്തിന്റെ തുടക്കം മുതൽ സ്വർണ്ണവില നമ്മളെ ശരിക്കും ഒന്ന് വട്ടം കറക്കുന്നുണ്ടല്ലേ. ഇന്ന് ഫെബ്രുവരി 20, 2026. സ്വർണ്ണവിലയിൽ ചെറിയൊരു കുറവ് ഇന്ന് കാണുന്നുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണിയിൽ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത്. ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 1,14,520 രൂപയാണ് വില. ഇന്നലെ വൈകുന്നേരം വില കുറച്ച് കൂടിയിരുന്നെങ്കിലും ഇന്ന് നേരിയ ആശ്വാസം നൽകിക്കൊണ്ട് വില അല്പം കുറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഇങ്ങനെ കയറിയിറങ്ങുന്നത്? വരും ദിവസങ്ങളിൽ സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഈ മാസത്തെ സ്വർണ്ണവിലയുടെ പോക്കൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. ഫെബ്രുവരി 1 ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 1,17,760 രൂപയിലായിരുന്നു പവൻ. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ വില കുത്തനെ ഇടിഞ്ഞ് 1,07,920 രൂപ വരെ താഴേക്ക് പോയി. ഇത്രയും വലിയൊരു ചാഞ്ചാട്ടം അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇതിന് പ്രധാനമായി 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ചൈനീസ് പുതുവർഷാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ആഗോള വിപണിയിൽ സ്വർണത്തിനുള്ള ഡിമാൻഡിൽ വന്ന മാറ്റം. 2, അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിക്കുന്നത്. 3, ആഗോളതലത്തിലുള്ള കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതിൽ വരുത്തിയ നിയന്ത്രണങ്ങൾ. അന്താരാഷ്ട്ര വിപണിയിൽ ഇപ്പോൾ സ്വർണ്ണവില ഔൺസിന് $5,000 അടുത്താണ് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 2025 സ്വർണം നൽകിയത് ഏകദേശം 64% ലാഭമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോൾ ലാഭം എടുക്കാൻ വേണ്ടി സ്വർണം വിൽക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ആളുകൾ സ്വർണം വിൽക്കുമ്പോൾ സ്വാഭാവികമായും വിലയിൽ ചെറിയ കുറവ് വരും. പക്ഷേ ദീർഘകാലത്തേക്ക് നോക്കിയാൽ സ്വർണ്ണവില ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യതയെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്. 2026 അവസാനത്തോടെ പവൻ വില 1.3 ലക്ഷം രൂപ കടക്കുമെന്നാണ് പല പ്രമുഖ ഏജൻസികളും പ്രവചിക്കുന്നത്. ഇന്ത്യയിലെ കാര്യമെടുത്താൽ വിവാഹ സീസൺ തുടങ്ങാനിരിക്കുകയാണ്. ഇത് സ്വർണത്തിന് വലിയ ഡിമാൻഡ് ഉണ്ടാക്കും. കൂടാതെ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 90 രൂപയ്ക്ക് മുകളിൽ തുടരുന്നതും നമ്മുടെ നാട്ടിൽ സ്വർണ്ണവില കുറയാതിരിക്കാൻ ഒരു കാരണമാകുന്നുണ്ട്. നിങ്ങളൊരു നിക്ഷേപം എന്ന നിലയിലാണ് സ്വർണത്തെ കാണുന്നതെങ്കിൽ വില കുറയുന്ന സമയങ്ങളിൽ കുറഞ്ഞ അളവിൽ സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതാകും നല്ലത്. ഒറ്റയടിക്ക് വലിയ തുകയ്ക്ക് വാങ്ങുന്നതിനേക്കാൾ നല്ലത് വില താഴ്ന്ന ഘട്ടങ്ങളിൽ വാങ്ങുന്നതാണ്. വെള്ളിയുടെ കാര്യമെടുത്താലും സമാനമായ മാറ്റങ്ങളാണുള്ളത്. സ്വർണത്തിന് പിന്നാലെ വെള്ളിയും വലിയ വിലക്കയറ്റത്തിന് ശേഷം ഇപ്പോൾ ചെറിയൊരു തിരുത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വിപണി ഇപ്പോൾ അല്പം അസ്ഥിരമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെയും വിലമാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക. അവസാനമായി ഒരു കാര്യം കൂടി പറയാം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വിപണിയിലെ നിലവിലെ വിവരങ്ങൾ വെച്ചുള്ളതാണ്. ഇതൊരു സാമ്പത്തിക ഉപദേശമായി കാണരുത്. സ്വർണത്തിലോ മറ്റേതെങ്കിലും മേഖലയിലോ വലിയ തുക നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി നിർബന്ധമായും ചർച്ച ചെയ്യുക. പുതിയ വാർത്തകളും വിശകലനങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരാം. നന്ദി. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഇതിൽ പറയുന്ന വിവരങ്ങൾ വിപണിയിലെ മാറ്റങ്ങൾക്ക് വിധേയമാണ്. നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുക. നന്ദി.